അതിരപ്പള്ളിയിൽ പുലിക്കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനം വകുപ്പ് വച്ചിരുന്ന കൂട്ടിലാണ് ഇന്ന് പുലർച്ചെയോടെ പുലി കുടുങ്ങിയത്. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ 2 ആഴ്ച മുൻപാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഹരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, ഈ പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരുടെ ഒരു ഭീതിയൊക്കെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ആക്ച്വലി ഈ അതിരപ്പള്ളിയിൽ കാലങ്ങളായ തരത്തിൽ പുലിയുടെ ശല്യമുണ്ട്, അല്ലെങ്കിൽ പുലിയെ പല തവണ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുലി കൂട്ടിൽ കുടുങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അത് തീർച്ചയായും അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ആശ്വാസമേകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് വെച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറെ ദിവസമായി പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ 2 ആഴ്ച മുൻപ് വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിക്കുന്നത്. പുലിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. CCTV ക്യാമറകളടക്കം ഈ ഒരു പരിസരത്ത് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ പുലി ഈ ഒരു കൂട്ടിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായി തന്നെ പ്രദേശത്ത് പല വളർത്തുമൃഗങ്ങളെയും പുലി കഴിഞ്ഞ കുറെ നാളുകളായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കാടിനോട് ചേർന്ന പ്രദേശമായതിനാൽ തന്നെ ഈ വന്യമൃഗങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് പതിവാണ്. സമാനമായി പുലിയുടെ ഒരു സാന്നിധ്യം കുറെ ദിവസമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് ഇങ്ങനെ കൂട് വെച്ചത്. ഇന്ന് പുലർച്ചെയാണ് പുലി ഈ കൂട്ടിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വേണ്ട നടപടികൾ ചെയ്തു. പുലിയെ ഇപ്പോൾ നിലവിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റ് പരിശോധനകൾക്ക് ശേഷം പുലിയെ മറ്റ് കാടുകളിലേക്ക് വിട്ടയക്കണമോ അല്ലെങ്കിൽ എന്താണ് ഇനി തുടർ നടപടികൾ എന്ന് വനംവകുപ്പ് തീരുമാനിക്കുകയും ചെയ്യുക. ഇത് വലിയ പ്രായമില്ലാത്ത പുലിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി വനംവകുപ്പ് പറയുന്നത്. കാട്ടിൽ നിന്നും ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൂട് വെച്ച ഇപ്പോൾ ആ കൂട്ടിൽ പുലി അകപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ പ്രദേശം വലിയ രീതിയിൽ വന്യമൃഗ ശല്യമുള്ള പ്രദേശം ആയതിനാൽ തന്നെ ഈ നാട്ടുകാർ വലിയ പരാതിയായിരുന്നു. അതായത് വനംവകുപ്പ് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പരാതി തീർച്ചയായും അതിരപ്പള്ളി മേഖലയിൽ പ്രത്യേകിച്ച് ആനാപ്പുലി തുടങ്ങിയ മൃഗങ്ങളൊക്കെ തന്നെ ഇറങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ പരാതിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കാടും നാടും വേർതിരിക്കുന്ന സംവിധാനങ്ങൾ കുറവാണ് എന്നുള്ളൊരു പരാതിയൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുലി കൂട്ടിലകപ്പെട്ടത് എന്നുള്ളതാണ് വനംവകുപ്പിനും ആശ്വാസകരമായ വാർത്തയാണ്. ആളുകൾ ഭീതിയിലാക്കിയ പുലിയെ പിടികൂടാൻ സാധിച്ചു. ഇനി ആശങ്കകളില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കൂടി കിടക്കുന്നതാണ്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്.